എൻ സുകന്യയിലേക്ക് പോകുന്നു. ശ്രീമതി എൻ സുകന്യ, ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളുടെ പ്രതികരണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിന് ഇപ്പോൾ ആകുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ ദീർഘവർഷങ്ങളായി, ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ കൃത്യമായി സ്ത്രീകളോട് അനീതിയുണ്ട്, വിവേചനമുണ്ട്. അതിൽ തന്നെ പീഡനാരോപണവും സാമ്പത്തിക ക്രമക്കേടും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള വനിതകൾ ഈ നിലയ്ക്കുള്ള പരാതികളുമായി മുന്നോട്ട് വരുമെന്ന് ഈ സിമി റോസ്ബെൽ അടക്കമുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ വളരെ കൃത്യമായി ഇത് കേട്ടപാടെ തന്നെ ഇത് CPIയുമായി നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിന് മാത്രം വി.ഡി. സതീശനോ അല്ലെങ്കിൽ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ തെളിവുകൾ വേണ്ട, സംശയം ഏതുമില്ലാതെയും ആരോപണം അങ്ങനെ ഉന്നയിച്ച് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതില് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ശ്രമം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ ശ്രീ വി.ഡി. സതീശനും നടത്തുന്നത് അത്തരത്തിലുള്ളതാണ്, കോൺഗ്രസിന്റെ നേതൃത്വവും നടത്തുന്നത് അത്തരത്തിലുള്ള ഒരു ശ്രമമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം, സിമി റോസ്ബെല്ല് ഈ ഒരു ആക്ഷേപവുമായിട്ട് പുറത്തേക്ക് വരാനിടയായ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സിനിമാ രംഗത്ത് നടക്കുന്ന ഇത്തരം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായി ഒട്ടേറെ സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ പറഞ്ഞു, 5 വർഷം ഞാൻ നിശബ്ദയായിരിക്കുകയായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ഇനിയും ഒരു അവസാനം കുറിച്ചേ മതിയാവൂ എന്ന ബോധ്യം അവർക്ക് സ്വയം ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അവരിന്നും പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, എന്നെ ഇവിടുന്ന് കളയാൻ വി.ഡി. സതീശനാവില്ല. അതാണ് ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് അവർ പറയുന്നതായിട്ട് കേട്ടത്. അപ്പൊ ഇതില് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന ആരോപിക്കുന്നത് അവർക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ്. അത് ഒളിച്ചോട്ടമാണ്. വി.ഡി. സതീശൻ അക്കാര്യത്തിൽ നടത്തുന്നത്, KPCC പ്രസിഡന്റ് അക്കാര്യത്തിൽ നടത്തുന്നത് തികഞ്ഞ ഒളിച്ചോട്ടമാണ്. അങ്ങനെ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇത് സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന, ഇപ്പൊ നമുക്കൊക്കെ പരിചയമുള്ള ഒട്ടേറെ ആളുകളുണ്ട്, ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആളുകൾ, വളരെ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ ഈ സ്വാഭാവികമായിട്ട് എത്രയോ കാലമായി നിലനിൽക്കുന്ന ഈ വിഷയങ്ങൾ ഇപ്പൊ ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർക്കും അത്തരം അനുഭവങ്ങൾ, അതെല്ലാം പീഡനാനുഭവങ്ങൾ മാത്രമല്ല, ഇവരെ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവഗണനയുടേതായിട്ടുള്ള പ്രശ്നം, നേതാക്കളുടെ ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടൂ എന്നുള്ള വിഷയം. അപ്പൊ ഇത്തരത്തിൽ എല്ലാമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അതിനകത്തുണ്ടാവും. അപ്പൊ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്താതെ കോൺഗ്രസിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത്. പഴി CPMന്റെ മുകളിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുകളിലോ ചാരാതെ അവരവരുടെ, നമ്മളിപ്പോ അവരെ ഉപദേശിക്കാൻ നമ്മൾ ആളല്ല, അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതിന് ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ഈ വന്ന വിഷയങ്ങൾ അന്വേഷിക്കാനും അതിന് മറുപടി പറയാനും, അത് അവർക്ക് മാത്രമല്ല സമൂഹത്തിന് മുമ്പാകെ മറുപടി പറയാനും ഉള്ള ഉത്തരവാദിത്വം കാണിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത്.